കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ചിക്കൻ നഗറ്റ്സ് ആണ്. നഗറ്റ്സ് ഉണ്ടാക്കുന്നതിനായി 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ ഒരു മിക്സി ജാറിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. രണ്ടും കൂടി 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. സാധാരണ ചെറിയ ജീരകം 1/2 ടേബിൾ സ്പൂൺ ഇതിൽ ചേർക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി എരിവിനായി ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിൽ ചേർക്കുക. ഇനി ഇത് അരച്ചെടുക്കുകയാണ്. ഈ അരച്ചതിൽ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കുകയാണ്. മൈദ ഇല്ലെങ്കിൽ കോൺഫ്ലവർ ആയാലും മതിയാവുന്നതാണ്. ചിക്കൻ അരച്ചത് ഷേപ്പ് ആക്കുന്നതിനായി പ്ലേറ്റിൽ പരത്തുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ പ്ലേറ്റിൽ ഇതുപോലെ പരത്തിയ ശേഷം ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. 2 എണ്ണം വട്ടത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത ഓരോ കഷ്ണവും മൈദപ്പൊടി കൊണ്ട് ഒരു കോട്ടിംഗ് കൊടുക്കുകയാണ്. എല്ലാ പീസുകളും മൈദ കൊണ്ടുള്ള കോട്ടിംഗ് കൊടുത്തു കഴിഞ്ഞു. അടുത്തതായി ഒരു ബൗളിൽ 2 മുട്ട എടുത്തിരിക്കുകയാണ്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സെക്കൻഡ് കോട്ടിംഗ് കൊടുക്കാം. ആദ്യം മുട്ട മിക്സിൽ മുക്കിയെടുത്ത ശേഷം ബ്രെഡ് പൊടി കൊണ്ട് കവറിംഗ് കൊടുക്കുക. മുട്ടയിൽ നനയാത്ത കൈകൊണ്ട് വേണം ബ്രെഡ് പൊടി തൂവി കൊടുക്കുവാൻ. ഇപ്പോൾ എല്ലാ പീസുകൾക്കും ബ്രെഡ് പൊടിയുടെ കോട്ടിംഗ് നൽകി കഴിഞ്ഞു. ഇത് പിന്നീടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാം. ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. തീ സിമ്മിൽ വെക്കുവാൻ ശ്രദ്ധിക്കുക. ഏതാണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഇങ്ങനെ വേവിക്കുമ്പോൾ നന്നായി വേവുമോ എന്ന് സംശയമുള്ളവർക്ക് ആദ്യമേ വേവിച്ച ചിക്കൻ അരച്ചെടുത്തും നഗറ്റ്സ് ഉണ്ടാക്കാവുന്നതാണ്. നഗറ്റ്സ് തയ്യാറായി കഴിഞ്ഞു. ഇത് ചൂടോടുകൂടി തന്നെ സോസ് കൂട്ടി കഴിക്കാവുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന ഈ ഈവനിങ് സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഫാമിലിയിൽ അംഗമാവുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.